എവിടുന്ന് കിട്ടിയാലും ഏത് സ്വർണം കിട്ടിയാലും വിദേശത്ത് നിന്നാണ് കടന്നു വന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ഏൽപ്പിക്കേണ്ടത് കസ്റ്റംസിനെയാണ്. ആ വെളിയിൽ നിന്ന് ഇങ്ങനെ പിടിച്ചാൽ അവനെ കോളർ പിടിച്ച് നേരെ കൊണ്ടുപോയി ആ കൗണ്ടറിൽ കൊടുത്താൽ മതി. ഈ കൊണ്ടുപോകുന്നവന്, ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആ ടീമിന് 20% കമ്മീഷൻ കിട്ടും. 1 കിലോ സ്വർണം പിടിച്ചാൽ 200 ഗ്രാം അവർക്ക് കിട്ടും. അപ്പൊ അങ്ങനെ റിപ്പോർട്ടേ ചെയ്യില്ല. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്ത് പടച്ചോനെങ്കിലും, കാരണം 20% കിട്ടണമല്ലോ. അതിന് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇനി ആ പാരാമീറ്ററൊക്കെ തട്ടിക്കഴിച്ചാലും ഒരു 10-12% കിട്ടും. അപ്പോഴാണ് പിന്നെ ഞാൻ ഈ അന്വേഷണം, ഈ കൊണ്ടുവന്നവരെ കോടതിയിൽ നിന്നൊക്കെ ഡീറ്റെയിൽസ് പകർത്തി എല്ലായിടത്തും 102 CRPC പ്രകാരം CMP ഫയൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ അഡ്രസ്സുകൾ കണ്ടെത്തി. പലരും വിദേശത്താണ്. എന്താ പരിപാടി അറിയാം നമുക്ക്? ഈ സ്വർണം കൊണ്ടുവരുന്ന പാസഞ്ചർ കാരിയർ ഇത് അവിടുന്ന് കൊടുത്തു വിടുന്നവർ നല്ല പാക്കിംഗ് സിസ്റ്റത്തിലാണ് സാധനം അയക്കുന്നത്. പാക്കിംഗ് കസ്റ്റംസിൽ വരുമ്പോൾ ഇത് കാണുന്നുണ്ട്. വരും ആ യെല്ലോ ഷെയ്ഡ് സ്കാനറിൽ കാണാം. എത്ര മൈന്യൂട്ടാണെങ്കിലും ഇവർ കാണാത്ത പോലെ കടത്തി വിടുന്നു. പാസഞ്ചർ കൈസിലായി. അപ്പൊ എന്താ, ഇവനെ കടത്തി വിടുന്നതോട് കൂടിയിട്ട് സുജിത് ദാസിന്റെ ടീം പുറത്തുണ്ട്. അവർക്ക് ഇവന്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസും അവന്റെ ഫോട്ടോ അവിടെ നിന്നല്ല എടുത്താക്കുന്നത്. ഇത് വെച്ച് ഇവർ പുറത്ത് നിൽക്കണം. കടന്ന് പുറത്തേക്ക് വന്നാൽ എയർപോർട്ട് അങ്ങോട്ട് മൂവ് ചെയ്യാൻ 2 TV നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വിചാരിക്കുന്നത്. 2 പാസഞ്ചേഴ്സ് നമ്മളെ TV പുറത്ത് വിട്ടത്. അവിടുന്ന് പിന്നെ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോവാണ് ഇവരുടെ കേന്ദ്രങ്ങളിലേക്ക്. പിന്നെ അവർ തീരുമാനിക്കുകയാണ് 2 കിലോ സ്വർണം പിടിച്ചാൽ എത്രയാണ് കൊടുക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കുകയാണ്. ആ രീതിയിൽ പിന്നെ ഈ പറയുന്ന സ്വർണ്ണപ്പണിക്കാരൻ്റെ കടയിലേക്ക് പോകുന്നു. ഒരു സ്വർണ്ണപ്പണിക്കാരനും അല്ല കേട്ടോ, ഒരൊറ്റ അപ്രൈസറേ ഉള്ളൂ കസ്റ്റംസ് അപ്രൂവ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊന്ന് അന്വേഷിക്കണം, ഈ കൊണ്ടോട്ടിയിൽ എന്താ ഇത്ര വലിയ സേട്ടുമാര്? ഇപ്പൊ ഈ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് എത്ര സേട്ടുമാര് സ്വർണ്ണം ഞങ്ങൾക്കൊക്കെ അറിയാൻ അനുഭവം ഓർണമെന്റ്സ് വാങ്ങിയിട്ട് ഒരുക്കിയിട്ട് ജ്വല്ലറിക്കാർക്ക് കൊടുക്കുന്ന സേട്ടുമാർ ഇവിടെ ഉണ്ട്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സേട്ടുമാർ ഇത് ഒരുക്കാൻ സംവിധാനമുള്ളവർ കൊണ്ടോട്ടിയാണ്. കാര്യങ്ങളോട് ഇങ്ങനെ ആക്കണ്ടേ? ഏത് സംഗതികൾ ഭയങ്കരമായിട്ടോ ഏത് ഞാൻ പരാതി ഇവിടെ പറഞ്ഞപ്പോഴേക്കും അവിടെ ആയല്ലോ. ശരിക്കും കൂടുതലൊന്നും തോന്നിയില്ല. ഞാനിങ്ങനെ ഓക്കെ എന്ന് കേൾക്കുന്നു. അത് കഴിഞ്ഞു 3 ദിവസം പത്രസമ്മേളനം നടത്തി. 3ാമത്തെ ദിവസം രാത്രി ഇവിടെ ഞാൻ പോകുന്നു. പിറ്റേ ദിവസം മുഖ്യമന്ത്രിയെ കാണുന്നു, പരാതി കൊടുക്കുന്നു, കാര്യങ്ങൾ കേൾക്കുന്നു വളരെ വിശദമായി. അദ്ദേഹം 5 മിനിറ്റാണ് എൻ്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞത്. ഞാനൊന്നും തള്ളാതിരുന്നതാണ്. കാരണം നമുക്ക് അത്യാവശ്യത്തിന് പറഞ്ഞാൽ മതിയില്ല. അദ്ദേഹത്തെക്കാളും വലിയ ആളൊന്നും എനിക്കാവണം എന്ന ആഗ്രഹം ഒന്നുമില്ല, ഇന്നുമില്ല. 37 മിനിറ്റ് ഇരുന്നിട്ടുണ്ട്. 37 മിനിറ്റ് നിങ്ങൾക്കറിയാം. 9 പേജുണ്ട് ഇത്. അത് വായിച്ചു തീരാൻ തന്നെ 10-12 മിനിറ്റ് എടുക്കും. ആ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിലെ ഓരോ കാര്യങ്ങളും അദ്ദേഹം എന്നോട് ചോദിച്ചു. ഞാൻ ക്ലിയറായി പറഞ്ഞെടുത്തു. അപ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളെടുക്കാനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നമ്മളൊരു വാപ്പാൻ്റെ അടുത്ത് നമ്മൾ കാര്യങ്ങൾ പറയില്ലേ. അത് കഴിഞ്ഞു. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ സമയത്ത് ഞാൻ പറഞ്ഞു, അല്ല ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റുള്ളിൽ ഞാൻ പറയാം. ഞാൻ പറഞ്ഞു, CM എനിക്ക് ചില കാര്യങ്ങൾ CM പറയാനുണ്ട്. ആരും ഇത് പറയില്ല, എനിക്കിനി പറയില്ല, നിവൃത്തിയില്ല പറയുന്നുണ്ട്. അപ്പം പറഞ്ഞു, CM 2021 രണ്ടാമത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന CM കൊണ്ടാണ്. ഞാനടക്കം നിലമ്പൂരിൽ ജയിച്ച CM വോട്ടിൻ്റെ ഒരു ഭാഗം എനിക്കുള്ളതുകൊണ്ടാണ്. അന്ന് CM കത്തിജ്വലിക്കുന്ന സൂര്യനാണ്. CM ഇപ്പോൾ നാട്ടിലെ സ്ഥിതി അറിയാൻ ചോദിച്ചു. ഞാൻ നമ്മളുടെ നിന്റെ കണ്ണിലേക്ക് നോക്കുന്നു. ഞാൻ പറഞ്ഞു, CM ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട്. CM ഗ്രാഫ് 100-ൽ നിന്ന് 0-ലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് തിരിച്ച് 25%, 30%-ലേക്ക് വെറുപ്പായി കേരളത്തിലെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർക്കും ജനങ്ങൾക്കും മാറിയിട്ടുണ്ട് CM. ഇതാണ് സ്ഥിതി. എന്നിട്ട് ഞാൻ കൈനീട്ടി. CM ഇരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇരിക്കുന്നത്. ഞാൻ പറയാണ്, എൻ്റെ വാപ്പാനോട് ഞാൻ പറയില്ലേ, എൻ്റെ വാപ്പാനെ കൊടുക്കുന്ന ആളുകളാണ്, അവരാണ് ഇതിൻ്റെ കാരണക്കാരൻ. CM ഒരു നിമിഷം അവിടെ ഇരുത്തരുത്, വലിയ അപകടത്തിലേക്ക് പോകും. ഒന്നും മിണ്ടില്ല. വീണ്ടും ഞാൻ പറഞ്ഞു, ഈ ADGP അജിത് കുമാർ ഈ അന്വേഷണ സംഘം അന്വേഷണം നടത്തുമ്പോൾ ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുന്നത് വലിയ പ്രയാസമാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, DGP ഉണ്ടല്ലോ, DGP ആണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, DGP ഒരു സാധുവാണ്, CM അറിയാലോ. ഇയാൾ ഇതുപോലെയുള്ള ഒരു നട്ടോറിയസ് ആണെന്ന് CM മനസ്സിലായില്ലേ? അപ്പോൾ എന്നോട് പറഞ്ഞു, നോക്കാം. അതിനിടയിൽ ഈ സംസാരത്തിൽ ഞാൻ വല്ലാതെ വിഷമിച്ചു. എൻ്റെ തൊണ്ട ഇടറി. ഈ കാര്യങ്ങൾ, ഈ സൂര്യൻ്റെ കാര്യം, ഇദ്ദേഹത്തിനുണ്ടായ അവസ്ഥയൊക്കെ പറയുമ്പോൾ കണ്ണ് ചുമന്നു.
പെട്ടെന്ന് എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ. അവിടെ സെക്യൂരിറ്റിയും ബാക്കിയുള്ളവരൊക്കെ നോക്കിക്കുക. ഞാൻ ഓഫീസിൽ നിന്ന് CM-ന്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങുന്നതിന് ഞാൻ അവിടെ ഇരുന്നു ഒരു 2-3 മിനിറ്റ് കണ്ണൊക്കെ തുടച്ചൊരു ശ്വാസം ശരിയായിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇറങ്ങുമ്പോൾ ഞാൻ CM-നോട് ചോദിച്ചു, CM പത്രക്കാരുണ്ട് പുറത്ത് പല സ്ഥലത്തും നിൽക്കുന്നത്. അവരോട് പറയാൻ എന്താണ് നിങ്ങൾ പറഞ്ഞു? അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ശ്രദ്ധിച്ച് പറയണം എന്ന് പറയുന്നത് സ്വാഭാവികം. കാരണം ഞാൻ കുറച്ച് കയറി പറഞ്ഞല്ലേ പോയത്, ഉണ്ടായില്ല. അപ്പോഴെന്താണെന്ന് വിശ്വാസം സംഗതി മുമ്പർക്കും പിടിയിട്ടിരിക്കണേ ഈ ചങ്ങാതി തന്നെയാണ്. ആര്? ശശി തന്നെയാണ്. അപ്പൊ ആ പോരാട്ടത്തിൽ അദ്ദേഹം എന്റെ കൂടെയാണെന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. തിരിച്ചു വരുന്നു. പിറ്റേ ദിവസം പാർട്ടി സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുന്നു. കത്ത് കൊടുത്ത് പത്രക്കാരെ കണ്ട് ഞാൻ തിരിച്ചു പോകുന്നു. തൃശ്ശൂരെത്തുമ്പോ വാർത്ത വരെയാണ്, സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. ഓ എന്തായാലും അമ്പേക്കാം, സംഗതി ജോറായി നടക്കുന്നുണ്ട്. അപ്പോഴും എനിക്കൊരു എന്താ പറയാ, ഒരു സന്തോഷം വരുന്നില്ല മനസ്സിൽ. എൻ്റെ ഒരു സാധനം ഇവിടെ കിടന്ന് ഇങ്ങനെ കളിക്കണം. അപ്പോഴും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം IG വരുന്നു, മൊഴിയെടുക്കുന്നു 9 മണിക്കൂർ. അതിന്റെ പിറ്റേ ദിവസം ശശി തന്നെ മാറ്റുന്നു. 4 DYSP-മാർക്ക് ട്രാൻസ്ഫർ ഓർഡർ വരുന്നു. അപ്പോഴും എല്ലാവരും വിളിക്കുന്ന ഭാഗോ TV എന്നവരാണ് ആഭ്യന്തരം ഭരിക്കുന്നത്. എല്ലാവരും വാർത്ത കൊടുത്തു. ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര കട്ട എന്നാണ്. പലരും ചോദിച്ചു സന്തോഷമായില്ലേ? ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമായിട്ടില്ല, സമാധാനമായില്ല, ആശ്വാസമായി. എനിക്കിതെല്ലാം കൂടെ പിടികിട്ടുന്നില്ല. അതിനിടയിൽ SP വെക്കേണ്ട ആരാന്ന് ചോദിച്ചു. ശശി തന്നെ മാറ്റുമോ? ഞാൻ പറഞ്ഞു ആരെ വെച്ചാൽ കുഴപ്പമില്ല. ഒരു പാർട്ടി സഖാവിനും അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത, ഒരു പൊതുവിഷയത്തിൽ ഇടപെടാൻ കഴിയാത്ത, പോലീസിന്റെ അപ്രമാദത്തിന്റെ മുന്നിൽ തല താഴ്ത്തി നടക്കേണ്ട ഗതികേട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായി. മിക്ക സ്റ്റേഷനുകളിലും പാർട്ടി സെക്രട്ടറി പോലും പറഞ്ഞാൽ ഫോൺ എടുക്കാത്തവർ. എന്തിനേറെ പറയുന്ന MLA വിളിച്ചാൽ ഇത് MLA ആണ്, നിലമ്പൂർ MLA ആണ്, ഒരൊറ്റ അടി പോയി കൊടുക്കാൻ തോന്നും. ഈ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ. ജനങ്ങളെ വെല്ലുവിളിക്കുന്നു. ആരാ ജനപ്രതിനിധി? ഒരു പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ ഇത് ചോദ്യം ചെയ്യാൻ അവകാശം ജനങ്ങൾക്കുണ്ട്. അത് ആദ്യം വരെ മനസ്സിലാക്കണം. ഈ കണ്ടു കാണപ്പെട്ടവർക്ക് മുഴുവൻ ശമ്പളം കൊടുക്കുന്നത് ഈ നിൽക്കുന്ന ജനങ്ങളുടെ കീശയിൽ നിന്നാണ്. ആ ജനങ്ങളെ പറഞ്ഞു കേൾക്കാൻ ഈ നാട്ടിലെ എല്ലാ ഉദ്യോഗസ്ഥരും ബാധ്യസ്ഥരാണ്. ജനങ്ങൾക്ക് ബോധം വേണ്ടേ? ഞാൻ ചെറിയ ഉദാഹരണം പറയാം. നിങ്ങൾ 4 ആളെ വെച്ചിട്ട് കട നടത്തുന്നത് വിചാരിക്കാം. അപ്പൊ അതിന്റെ മലയാളി മാനേജറെ പറഞ്ഞാൽ കേൾക്കില്ലേ? കേൾക്കുമെന്ന് കേൾക്കൂലേ? ഉറക്കെ പറയേ. എന്തെങ്കിലും ശബ്ദമില്ലാത്ത. അപ്പൊ എന്താ ഇവർക്ക് ശമ്പളം കൊടുക്കുന്ന ആരാ? ഈ പോലീസിന് ശമ്പളം കൊടുക്കുന്നത് ആരാണ്? അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കണ്ടേ? അവിടെയാണ് പ്രശ്നം. കയ്യും കാലും വെട്ടേണ്ടവന് വെട്ടണം. എന്റേത് വെട്ടിയിട്ടൊരു കാര്യമില്ല, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. 1 മാസം കേരളം മുഴുവൻ നടന്ന് പറയാനാ തീരുമാനം. ആയുസ്സും ആരോഗ്യവും പഠിച്ചു തന്നാല്. ഞാൻ മിനിയാന്ന് നിസ്കരിക്കുന്നു പറഞ്ഞപ്പോൾ 5 നേരം നിസ്കരിക്കും എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ നമ്മളെ അൻവറാക്ക് അത് മാത്രം പറയുന്നിട്ട് ഭയങ്കര പ്രശ്നമാണ്. 4 വഴിക്കും വിളിന്ന് രാവിലെ അവിടെ പോരുന്ന പിന്നെ കാല് പിടിച്ച് വലിക്കാം. വീട്ടിൽ പോകരുതേ ഇസ്ലാമേ, മനസ്സിലാവും? ഈ മാമി കേസ് എന്താ തെളിയാത്തത്? 1 മാസം എന്നെ ഏൽപ്പിച്ച ഞാൻ തെളിച്ചത്. ഒറ്റ മാസം, 1 മാസം 15 ദിവസം കൊണ്ട് തെളിച്ചു കൊടുക്കാം. 2 പോലീസുകാരുടെ കൂടെ വിട്ടാൽ മതി. 4 ആളെ പിടിച്ച് 2 പറയുന്നില്ല. 13, 14 മാസം, 13ാമത്തെ മാസം കിടക്കുക. എന്റെ വായ ഞാൻ ഈ പറഞ്ഞവിടത്ത് നിൽക്കുകയാണ്. ഈ പറഞ്ഞിരിക്കുന്ന 3-4 സ്വർണ്ണക്കള്ളക്കടത്തും, മാമി കേസും, റിദാൻ കേസും, താനൂർ കേസും, ഈ പറയുന്ന ഡാൻസ് ഓഫ് സംഘടനകളുമായി ബന്ധപ്പെട്ടതിൽ ഞാൻ ഒതുങ്ങി നിൽക്കുക. താനൂർ ഡിഫ്രി കേസുകളിൽ ആ ദിവസം കംപ്ലീറ്റ് CCTV ഓഫാക്കിയിട്ടുണ്ട്. ഓഫല്ല, ഫൂട്ടേജുകൾ മുഴുവൻ എടുത്ത് പോലീസ് നശിപ്പിച്ചിരിക്കുക. കാരണം CBI ഓഫാകാണിക്കാൻ വന്നാൽ ഒരു കഷ്ണം കിട്ടിയിട്ടില്ല, ഒരു കഷ്ണം. ഈ രീതിയിൽ കാര്യങ്ങൾ പോവാം. അപ്പൊ ഇവിടെയൊക്കെ ഇതിനൊക്കെ പ്രശ്നം എന്താണ്? ആർക്കും ഈ പറയുന്ന നീതി കിട്ടാത്തതിന്റെ കാരണം എന്താ? അതാണ് ഞാൻ പറയുന്നത് നെക്സസ്. എന്താണ് NEXUS, നെക്സസ്. മനസ്സിലായോ? ആ കേൾക്കുമ്പോൾ തന്നെ എങ്ങനെ തോന്നുന്നുണ്ട്? ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അതാണ് നമ്മുടെ ഏറ്റവും വലിയ മനസ്സിലാക്കുന്നത്. ഇൻകുലാബ് ജിന്ദാബാദ് വിളിക്കുന്നവർക്ക് കരുതിക്കോളി.
ബോലോ തക്ബീർ, അല്ലാഹു അക്ബർ. നല്ലോ കരുതിക്കൊള്ളി മക്കളെ. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, കരുതിക്കൊള്ളി. അപ്പോ ഇതിലൊരു വിഭാഗം ഭാരത് മാതാ കീ ജയ് അത് കൂടി കൂടും. ഇതൊക്കെ പാടിങ്ങനെ എങ്ങനെ ഇങ്ങനെ. മനസ്സിലായോ? വെറുതെ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ഇതിലൊരു വിഭാഗം നേതാക്കൾ എല്ലാരും പറയുന്നില്ല, ഒരു കേസും തെളിയില്ല. നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഈ നിൽക്കുന്ന ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, അതൊന്നും ഇല്ലാത്തവരുണ്ട്, BJP ഉണ്ട്, RSS ഉണ്ട്, എല്ലാവരും ഉണ്ടാവും. ഇതൊക്കെ പാടിന്റെ ആൾക്കാരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മോഹൻദാസിനെ പറഞ്ഞ് സുധീദാസ് ഇങ്ങനെ പറയുന്നത് കേട്ടാൽ ഞാനിങ്ങനെ ഒലിക്കുക. ഈ സംസ്ഥാനം, ഈ ജില്ല കുട്ടിച്ചോറാക്കിയത് ഈ കോലത്തിൽ ക്രിമിനൽ കേസുകൾ വർദ്ധിപ്പിച്ച് രാജ്യത്തിന്റെ പാർലമെന്റിൽ ചോദ്യം വരും. എന്താ ചോദ്യം അറിയോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ള ജില്ല ഏതാണ്? വന്നിട്ടില്ല ഇപ്പം. കൊടുക്കും. ഇത് മലപ്പുറം ജില്ല 50,000 45,000. ഓഹോ, അപ്പൊ പാർലമെന്റിൽ ചർച്ചയായി. എന്താ അവിടുത്തെ പ്രത്യേകത? അവിടെ 90% മുസ്ലിങ്ങളാണ്. അത് ശരി. ഇതാണില്ലേ മുസ്ലിങ്ങളുടെ സ്ഥിതി? ഇവരെ വളർത്താൻ പറ്റൂല ഈ രാജ്യത്ത്. കൊണ്ടുപോകാൻ നിൽക്കാണ്. ആരാ ഉണ്ടാക്കി കൊടുത്തത്? ഈ സുജിസ്ഥാന്റെ മടിയിൽ വെച്ച് പാലൂട്ടിയവൻ ആര്?